ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സോൾ ജേർണീസിനെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് ട്വിൻ ഫ്ലെയിം ജേർണി അല്ലാതെയും ഉള്ള സ്പിരിച്വൽ ജേർണീസ്, അതിനെക്കുറിച്ച് കോമൺ ആയിട്ട് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആശ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതല്ലാതെ തന്നെ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം റീസെൻ്റായിട്ട് നമ്മളുടെ ചാനലിൽ അല്ലെങ്കിൽ റീസെൻ്റായിട്ട് തന്നെ കുറേ അവേക്കനിങ്സ് വരുന്നുണ്ട്. പുതിയ അവേക്കനിങ്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ തൊട്ടിങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ജനുവരി തൊട്ടും കുറേ പുതിയ അവേക്കനിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയും ട്വിൻ ഫ്ലെയിം ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് വരാറുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ, ട്രൂ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ വെരി റെയർ ആണ്. സോൾമേറ്റ് ജേർണീസ്, ഹൈ ലെവൽ സോൾമേറ്റ് ജേർണീസ് ട്വിൻ ഫ്ലെയിം ജേർണീസ് അല്ലാതെയും ഉണ്ട്. അതും സ്പിരിച്വൽ ജേർണിയിൽ തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. പിന്നെ പലരും ട്വിൻ ഫ്ലെയിം ജേർണി അല്ല, നിങ്ങളൊരു കാർമിക് കണക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ കാർമിക് സോൾമേറ്റ് കണക്ഷനിലായിരിക്കാം എന്നൊക്കെ പറയുമ്പോഴും ഒരു നിരാശയോടെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊക്കെയും നമ്മുടെ സോള് അതിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെയൊരു ജേർണിയിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ട്വിൻ ഫ്ലെയിം ജേർണി ആയിക്കോട്ടെ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോൾ ജേർണി ആയിക്കോട്ടെ. അപ്പോൾ അത് തന്നെ നമ്മൾ മൈൻഡ് വെച്ച് ആലോചിച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള, മോസ്റ്റ് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയാണ്. അപ്പോൾ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിക്കും അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനും സോൾ കണക്ഷനും സോൾമേറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ഒരാൾക്ക് ഒരു കൗണ്ടർ പാർട്ടേ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കാണുകയുള്ളൂ. അതായത് ഒരു ആത്മാവിന് രണ്ട് ബ്ലൂ പ്രിൻറ്റ്സ് ആയിട്ട് രണ്ട് ബോഡിയിൽ, അതിൽ കൂടുതൽ വരില്ല. അത് ഇവർ മിറർ സോൾ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ മിറർ സോൾ എന്നാണ്. അതായത് ഒരാളെ ഈ രണ്ട് കൗണ്ടർ പാർട്സിൽ ആദ്യം ഡി എഫിൻ്റെ അവേക്കനിങ് ആയിരിക്കും മോസ്റ്റ്ലി നടക്കുന്നത്. കുറച്ച് കേസുകളിൽ ഡി എമ്മിൻ്റെ അവേക്കനിങ് നടക്കാറുണ്ട്. ആദ്യം അവേക്കൻ ആവുന്ന ആൾ സ്പിരിച്വലായിട്ട് അവേക്കൻ ആകും. രണ്ടാമത് വരുന്ന ആൾ കർമ്മ ക്ലിയറൻസിലായിരിക്കും. രണ്ടാമത് അവേക്കൻ ആവുന്ന ആൾ കർമ്മ ക്ലിയറൻസ് ചെയ്തുകൊണ്ടായിരിക്കും അവേക്കൻ ആവുന്നത്. രണ്ടു പേർക്കും അവരവരുടേതായ ടാസ്കുകളുണ്ട്. കമ്പൈൻഡായിട്ട് നിന്നിട്ട് ഒരു സോൾ പർപ്പസ് ചെയ്യും ഇവർ. അപ്പോൾ ഇവരെ കൗണ്ടർ പാർട്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അൾട്ടിമേറ്റ് മിററാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ, അൾട്ടിമേറ്റ് ഗുരുവുമാണ്. അത് കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ് ലവർ ആവുന്നത്. കാരണം ഗുരു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ട്രിഗർ തന്ന് നമ്മളുടെ ഉള്ളിലെ ആ ഉള്ള നെഗറ്റിവിറ്റി എല്ലാം, അൺഹീൽഡ് പാർട്ടെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിറർ സോൾ ആയിരിക്കും ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു സോളാണ്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രം കാണില്ല. നമ്മൾക്ക് പലതരം റിലേഷൻഷിപ്സ് വരാം. അമ്മയായിട്ട് വരാം, അച്ഛനായിട്ട് വരാം, കൂട്ടുകാരായിട്ട് വരാം, മക്കളായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം. പെട്ടെന്ന് ആരും നമുക്കറിയാൻ വയ്യാത്ത ഒരാൾ നമ്മളുടെ സോൾമേറ്റായിട്ടും വന്നെന്നിരിക്കാം. അതായത് നമ്മുടെ ഒരു സോളിന് പല സോൾമേറ്റ്സ് കാണും. സോൾമേറ്റ് ഒരു പെർഫെക്റ്റ് മാച്ച് എന്നാണ് ഒരു ലവ് റിലേഷൻഷിപ്പിൽ അറിയപ്പെടുന്നത് തന്നെ. കാരണം ഇവിടെ സോൾമേറ്റ് നമ്മുടെ ഒരു പാർട്ട്ണർ ആണെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ ട്രിഗർ ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിമിനെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രോത്തിനായിട്ട് ഇവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് വെർഷനിൽ എത്താനായിട്ട് എല്ലായ്പ്പോഴും നമ്മളെ പുഷ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു സോളാണ്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇനിയൊരു സോളാണ്.
ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരേ സോളിൻ്റെ 2 പാർട്ടായതുകൊണ്ട് തന്നെ, 2 ബോഡിയിലുള്ള 2 പാർട്ടായതുകൊണ്ട് തന്നെ അവർ ഒന്നാണ്. അതേസമയം സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും. പാസ്റ്റ് ലൈഫിൽ അവർ നമ്മളുടെ ആരൊക്കെയോ ആയിരുന്നിരിക്കാം. പല പാസ്റ്റ് ലൈഫ്സിലൂടെ നമ്മൾ അവരുടെ കൂടെ ഒരു ട്രാവൽ ചെയ്തുകൊണ്ട് വന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൽ മിസ്സായി പോയിട്ട് ആ ഒരു ഡിസയറുമായിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെയും അവിടെ ഒരു സോൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഈ ഒരു ജന്മത്തിൽ അവരുടെ ഒരു നമ്മുടെ ഒരു ഹൈ ലെവൽ സോൾമേറ്റായിട്ട് ഈ സോളിനെ കാണുമെന്നുള്ളത്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റോടെ വന്നവരായിരിക്കാം ഈ സോൾമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആയാലും സോൾമേറ്റ്സ് ആയാലും സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മൾ. അതായത് ഹൈ ലെവൽ സോൾമേറ്റ്സിൻ്റെ ഒരു ജേർണിയിലാണെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ പർട്ടിക്കുലറായിട്ട് എടുത്തു പറയുകയാണ്. അപ്പോൾ സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ തന്നെ കോമൺ ആയിട്ടും നമ്മുടെ സ്പിരിറ്റിനെ അറിഞ്ഞ്, നമ്മളുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിനെ അറിയാനുള്ള ജേർണി. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിനും ഈ ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പിനും ഉള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ ഒരു ജേർണീസിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്പിരിച്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സോൾ ഒന്നുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ട്രിഗറിങ്ങും അത്രയധികം സോൾ ലെവലിലായിരിക്കും നമ്മൾക്ക് എഫക്റ്റ് ആവുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർക്കുള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പർപ്പസ് ആയിരിക്കും. അതായത് ഒരു സൊസൈറ്റിയുടെ മൊത്തം പാറ്റേണെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. ട്വിൻ ഫ്ലെയിംസ് ഒരിക്കലും ഒരു കൗണ്ടർ പാർട്ട് എന്ന പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൗണ്ടർ പാർട്ട് ചാലഞ്ചസിലായിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാറില്ല നമുക്ക്. അവരുടെ സോളിലുള്ള ആ ഒരു കംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഒരു വിൽ പവറിനെ അവർ ജസ്റ്റ് ട്രിഗർ ചെയ്തിട്ട് നമ്മളെ ആ ഒരു ചാലഞ്ച്, ഒരു ഫെമിനൈൻ എനർജിക്ക് വന്നതാണെങ്കിൽ അത് സിംഗിളായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് ട്വിൻ ഫ്ലെയിംസ് പഠിപ്പിക്കുന്നത്. എന്നാൽ സോൾമേറ്റ്സ് ആവട്ടെ നമുക്ക് എല്ലാ കാര്യത്തിലും ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് അവർ നമ്മളുടെ ലൈഫിൽ കാണും. അതായത് ഫോർ എക്സാമ്പിളിന് പറഞ്ഞാൽ, ഞാനൊരു സോൾമേറ്റ് ജേർണിയിലാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു സോൾമേറ്റ് എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ആ ഒരു നെഗറ്റിവിറ്റീനെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം, ട്രാൻസ്ഫോം ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ ചുറ്റുമുള്ള എല്ലാ റിലേഷൻസിനെയും നന്നാക്കാനായിട്ട് അവർ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കാണുമായിരിക്കാം, അല്ലെങ്കിൽ പോയി കഴിഞ്ഞിരിക്കുക. അത് എഗെയിൻ സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിൻ്റെ സെപ്പറേഷനും അതിൻ്റെ റിലേറ്റഡ് വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോൾമേറ്റ്സിനും സെപ്പറേഷൻ വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇപ്പോൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരാനായിട്ട് തന്നെയാണ് സോൾമേറ്റ്സിനും സെപ്പറേഷൻ വരുന്നത്. അതായത് ആ ഒരു സോൾമേറ്റ് നമ്മുടെ ലൈഫിലുള്ളപ്പം നമ്മളുടെ വേൾഡ് തന്നെ അവരാണെന്ന് വിചാരിക്കും. നമ്മളുടെ ഫോക്കസ്, നമ്മുടെ ഗോൾസ്, ഇതൊക്കെയും നമ്മൾ വിട്ടിട്ട് ഫോക്കസ് ടോട്ടലി ആ ഒരു പേഴ്സണിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ പർപ്പസ് ഇനിയും മറ്റൊന്നാണ്. അതായത് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആണ്. നമ്മളുടെ സോളിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു കളക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാനായിട്ടാണ് നമ്മുടെ സോൾ വന്നിരിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് അവിടെ ഒരു സെപ്പറേഷൻ കൊണ്ടുവരും. രണ്ടാമത്തെ കാര്യം, നമ്മളവിടെ ഒരു നമ്മുടെ എൻറ്റയർ ഫോക്കസ് നമ്മൾ ഈ ഒരു സോൾമേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ ഈ ഒരു സോളിനോട് അറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോൾ ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി, ഏതൊരു സ്പിരിച്വൽ ജേർണിയിലും നമ്മൾ ആദ്യം മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, കോ ഡിപ്പെൻഡൻസി, ഇതൊക്കെ നമ്മൾ ഹീൽ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മളുടെ സോൾ ഒരുപക്ഷെ ആ ഒരു ഓപ്പോസിറ്റ് സോളിനോട്, അതായത് ആ സോൾമേറ്റ് ആയിട്ടുള്ള ആളോട് 3Dയിൽ കാണിക്കുമ്പോഴൊക്കെയും നമുക്ക് സെപ്പറേഷൻ തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇവിടെയും എന്താണ്, നമ്മൾ സെൽഫ് ലവ്, സെൽഫ് ഫോക്കസ് ആയിരുന്ന്
സെൽഫ് ലവിലിരുന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സോൾമേറ്റ് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാറുമുണ്ട്. അപ്പോൾ ഈ സോൾമേറ്റിന് ഡിവൈന് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയായിരിക്കാം? കാരണം ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ടാരോട്ട് റീഡേഴ്സ് കാണും, ട്വിൻ ഫ്ലെയിംസ് കൗൺസിലേഴ്സ് കാണും, ലൈറ്റ് വർക്കേഴ്സ് കാണും, ഹീലേഴ്സ് ആയിരിക്കും, എംപാത്സ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ സോൾ ജേർണിയിലുള്ളവർക്കും കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ ഏകദേശം മാച്ച് ആവുന്നത് തന്നെയാണ്. അതായത് ഹീലിംഗ് വർക്ക് കൂടുതലായിരിക്കും അവർക്ക്, കൂടുതലായിട്ടും ഹീലേഴ്സ് ആയിരിക്കും അവർ. അതല്ലാതെ തന്നെ ടാരോട്ട് റീഡിങ്, ആസ്ട്രോളജി, ന്യൂമറോളജി ഇങ്ങനെ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് സയൻസുകളൊക്കെയും പഠിക്കുന്നവരായിരിക്കും. നമ്മളൊക്കെയും ടാരോട്ട് റീഡേഴ്സിനെ ഇനീഷ്യലായിട്ടുള്ള ജേർണിയിൽ ബന്ധപ്പെടുന്നവരാണല്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, എല്ലാ ടാരോട്ട് റീഡേഴ്സും ട്വിൻ ഫ്ലെയിംസ് അല്ലായിരിക്കും, എല്ലാ ന്യൂമറോളജി പറയുന്നവരും ട്വിൻ ഫ്ലെയിംസ് അല്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെയും സ്പിരിച്വാലിറ്റി റിലേറ്റഡ് വർക്കാണ്. കളക്റ്റീവായിട്ട് ഈ ഒരു കാര്യങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ജോലിയായിരിക്കും ഈ ഹൈ ലെവൽ സോൾ കണക്ഷനിലുള്ളവർക്ക് ഉള്ളത്. ഇവരുടെ ഒരു ജേർണി ട്വിൻ ഫ്ലെയിം ജേർണിയുടെ അത്രയും കോംപ്ലിക്കേറ്റഡോ ചാലഞ്ചിങ്ങോ ഒന്നും ആയിരിക്കില്ല. കാരണം ഒരു പ്രാവശ്യം ഇവർ ഹീലായി കഴിഞ്ഞാൽ, ഇവർ കുറച്ചൊക്കെ ബാലൻസ് ആയി കഴിയുമ്പം പിന്നെയും ഇവരുടെ ആ ഒരു ടാസ്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ സോൾമേറ്റ് ആ ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു കണക്ഷനിലാണ്, ഇനീഷ്യലായിട്ട് നമ്മളൊരു സെപ്പറേഷനൊക്കെ വരുമ്പോൾ എല്ലാ റിലേഷൻഷിപ്സിലും നമുക്ക് ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻറ്റൻസ് ആയിട്ട് തോന്നും. എന്നാൽ ട്വിൻ ഫ്ലെയിംസിന് മാത്രം ആ പെയിനിനെ ഹീൽ ചെയ്യാനായിട്ട് അവർ സ്വയം വർക്ക് ചെയ്യേണ്ടി വരും. അല്ലാത്ത ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിലും ഒരു കാർമിക് കണക്ഷൻ ആണെങ്കിൽ പോലും നമ്മളവിടെ കുറച്ച് നാൾ ബുദ്ധിമുട്ടും, ഹീലാവും. നമ്മൾ ഇനിയൊരു സോളുമായിട്ട് നമുക്ക് എന്താ പറയുന്നത്, ഇനി ഒരാൾ നമ്മളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കവരെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. എന്നാൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എത്ര ഇൻറ്റൻസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ മറക്കാൻ പറ്റില്ല, വിട്ടിട്ട് ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനും പറ്റില്ല. ഓൾറെഡി ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അത് ഈ ഒരു ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ എവിടെയൊക്കെയോ ആ ഒരു നമ്മൾ ഹീലാവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു എനർജിയുടെ വൈബ്രേഷൻ്റെ മിസ്മാച്ചിനനുസരിച്ച് ആ ഒരു കണക്ഷനിലും നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് കംപ്ലീറ്റ്നെസ് തരുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ആണ്, നമ്മുടെ പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത് സോൾമേറ്റുമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ സോൾമേറ്റ് കണക്ഷനെ കൊണ്ടുവന്ന് ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും മിസ്മാച്ച് ചെയ്യരുത്. ട്വിൻ ഫ്ലെയിംസ് വളരെ റെയറാണ്. അതല്ലാതെ ഒത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജേർണിയുമാണത്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം കൗൺസിലിങ്ങിനായിട്ട് അല്ലെങ്കിൽ ഹീലിങ്ങിനായിട്ട്, അതല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട് എന്നെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.